രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ.ബി. ഗണേഷ് കുമാറും മന്ത്രിസഭയിലേക്ക്. അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മന്ത്രിസ്ഥാനം രാജിവെച്ചു. കഴിഞ്ഞ മാസം സ്ഥാനമൊഴിയാനായിരുന്നു ധാരണയെങ്കിലും നവകേരള സദസ്സ് മൂലം നീട്ടിവെക്കുകയായിരുന്നു. വെള്ളിയാഴ്ചയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുന്നണിയിലുണ്ടാക്കിയ ധാരണ അനുസരിച്ച് സ്വാഭാവികമായ മാറ്റം മാത്രമാണ് ഉണ്ടായതെന്ന് LDF കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചു. വകുപ്പുകൾ LDF അല്ല, മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുകയെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ തന്നെ പരമാവധി എല്ലാ കക്ഷികളെയും പരിഗണിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കക്ഷികൾക്ക് തുടക്കത്തിൽ 2.5 വർഷത്തേക്ക് അവർ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുക, 2.5 വർഷം കഴിഞ്ഞാൽ മറ്റു 2 കക്ഷികൾക്ക് മന്ത്രിസഭയിലേക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുക്കുക. അതൊരു തീരുമാനമായിരുന്നു. ഡിസംബർ മാസം 29-ാം തീയതി വൈകുന്നേരം 2 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. നിലവിലുള്ള 2 മന്ത്രിമാർ അവരുടെ രാജി സമർപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 29-ാം തീയതി വൈകുന്നേരം, ഡിസംബർ 29-ന് വൈകുന്നേരം, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടാകും. സംതൃപ്തിയോടെയാണ് രാജ്യം അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും പ്രതികരിച്ചു. സാധാരണഗതിയിൽ ഒരു MLA ഉള്ള ഒരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചതിനുള്ള ഒരു പ്രത്യേക സമ്മാനം എന്ന നിലക്ക് തന്നെയാണ് ഇടതു മുന്നണി ഒറ്റ MLA ഉള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകിയത്. അത് ആത്മാർത്ഥതയോടുകൂടി തന്നെ നന്നായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. ഏതായാലും മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ വലിയ പിന്തുണ ലഭിച്ചതുകൊണ്ടാണ് നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു MLA എന്ന നിലക്ക് കോഴിക്കോട്ട് സൗത്ത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സജീവമായി മണ്ഡലത്തിലുണ്ടാകും. അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലക്ക് സംസ്ഥാന തലത്തിലും പ്രവർത്തന രംഗത്ത് സജീവമായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് രാജി സമർപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് ഇന്നലെ തന്നെ. അപ്പോൾ ഇന്നാണ് കാണാൻ സമയം നൽകിയത്. മനസ്സിൽ മുഖ്യമന്ത്രി രാവിലെ കണ്ടു. ഞാൻ രാജി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. ഇനി തുടർന്ന് ഞാൻ MLA എന്നുള്ള തിരുവനന്തപുരം നഗരത്തിൻ്റെ MLA ആണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലെ MLA ആയി തന്നെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. കൂടുതൽ നിയോജക മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഏതായാലും നിങ്ങൾ എനിക്ക് കഴിഞ്ഞ 2.5 വർഷക്കാലം നൽകിയ പിന്തുണയ്ക്ക്, പ്രോത്സാഹനത്തിന്, അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കെല്ലാം ഞാൻ അങ്ങേയറ്റം നന്ദി പറയുകയാണ്. KSRTCയിൽ യൂണിയനുകൾ ഭരിക്കില്ല എന്നായിരുന്നു നിയുക്ത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ 24-നോടുള്ള ആദ്യ പ്രതികരണം. സാമ്പത്തികമായ എല്ലാ ചോർച്ചകളും അടയ്ക്കും, ദുർച്ചെലവുകൾ അവസാനിപ്പിക്കും, അതെല്ലാം ചെയ്യും. അതൊരു നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഭാഗമാണ്. തൊഴിലാളികൾ ജോലി ചെയ്യും, അവരുടെ വെൽഫെയർ ഞാൻ നോക്കും. ഭരണം MDയും മന്ത്രിയൊക്കെ നടത്തും. ഭരണത്തിൽ ഇതിൻ്റെ എങ്ങനെ നടത്തണം എന്ന് തീരുമാനിക്കുന്നത് അധികാരമുള്ളവരായിരിക്കും. അല്ലാതെ തൊഴിലാളികളുടെ നേതാക്കൾ തൊഴിലാളികളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കും. ആ വിഷയങ്ങളിൽ സ്നേഹത്തോടെയുള്ള സമീപനം ഉണ്ടാവും. പക്ഷേ ഭരിക്കുന്നത് തൊഴിലാളി യൂണിയൻ ആയിരിക്കില്ല. അത് അനുവദിക്കാൻ പറ്റില്ല. ജനാധിപത്യമല്ലേ, അതിലിപ്പം ഭരിക്കാൻ ഏൽപ്പിക്കുന്ന, ജനങ്ങളെ ഏൽപ്പിക്കുന്ന ആളിനല്ലേ ഭരിക്കാനൊക്കെ. സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കും. സാമ്പത്തിക അച്ചടക്കം ഉണ്ടായി കഴിയുമ്പോൾ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ അയവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ 2001 കണ്ട KSRTC അല്ല 2023 ഇപ്പോഴത്തെ KSRTC നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഇടപെടലുകൾ, ചില കാര്യങ്ങൾ ന്യായമാണ്, ചില കാര്യങ്ങൾ ന്യായമല്ല. ന്യായമായ ഇടപെടലുകൾ നല്ലതാണ്. ഈ പുതിയ യുഗത്തിൻ്റെ വലിയൊരു സാങ്കേതിക വിദ്യയുടെ ഒരു മാറ്റം വളരെ അത്യാവശ്യമാണ്. അത് വരുന്നതോടുകൂടി ഇതിൽ സുതാര്യതയുണ്ടാവും. കഴിയുന്ന ജോലികൾ കമ്പ്യൂട്ടറിനെ ഏൽപ്പിക്കാമെന്നാണ്. ഏത് പൈസ വണ്ടി സ്പെയർ പാർട്സ് ഓർഡർ ചെയ്യുന്ന, പണ്ട് ഞാൻ ഏൽപ്പിച്ചതാണ് സ്പെയർ പാർട്സ് ഓർഡർ ചെയ്യുന്ന കമ്പ്യൂട്ടർ, പേയ്മെൻറ്റ് കൊടുക്കുന്ന കമ്പ്യൂട്ടർ. അത് പിന്നെ ഇടപെടലുകളില്ലല്ലോ.